FGFA ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ പ്രോഗ്രാം എന്നത് ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ ഈ Su-57 എന്ന് വിളിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ സൃഷ്ടിക്ക് മുന്നോടിയായിരുന്നൊരു പദ്ധതിയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ Su-57 വാങ്ങണമോ F-35 വാങ്ങണമോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ഒരുപാട് പേർ Su-57 അല്ലെങ്കിൽ F-35 ഇതിന്റെ അവരുടെ ചില ചിന്തകൾ അറിയിച്ചിരുന്നു. എന്നാൽ ചിലർ പറയുന്നത് Su-57 ഇപ്പോൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മുൻപ് ഇന്ത്യ ആ പ്രോജക്റ്റിൽ നിന്നും പുറത്തേക്ക് വരണം, അതിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ പക്കൽ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ ഒരു പ്രോജക്റ്റ് എങ്കിലും ഉണ്ടാകുമായിരുന്നു. മാത്രവുമല്ല പ്രായോഗികമായി നമ്മുടെ പക്കൽ വിമാനം ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ട് ഇന്ത്യ അത്തരമൊരു പ്രോജക്റ്റ് മുൻപ് ഉപേക്ഷിച്ചു? ഇങ്ങനെ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ അറിയാൻ പോകുന്നതും ഈ പ്രോജക്റ്റ് എന്താണ്, ഇന്ന് ഈ വിമാനങ്ങളെ വാങ്ങണമെന്ന് ശ്രമിക്കുന്ന ഇന്ത്യ എന്തുകൊണ്ട് അന്ന് അത്തരമൊരു പ്രോജക്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നത്, അതിന് പുറകിലുള്ള കാരണങ്ങൾ എന്തെല്ലാം, ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. FGFA ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഈ ഒരു പ്രോഗ്രാം എന്നത് ഇന്ത്യക്കും ഇന്നത്തെ കാലത്തെ റഷ്യയ്ക്കും, അതായത് സോവിയറ്റ് യൂണിയന്റെ വീഴ്ചയ്ക്ക് ശേഷം സൃഷ്ടിച്ച ഒരു പ്രധാനപ്പെട്ട ഡീൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഫൈറ്റർ ജെറ്റ് ഡീൽ ഉണ്ടാകുന്നതിന് പുറകിൽ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട കാരണം ഉണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിച്ച് കാണിച്ചത് അമേരിക്കയായിരുന്നു. അതും ഇവരുടെ ഈ F-22 റാപ്റ്റർ എന്നത് ലോകത്തിലെ 5ാം തലമുറ സാങ്കേതിക വിദ്യയുടെ ഒരു വിധിയെ തന്നെ മാറ്റി എഴുതി. ഇന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും റഷ്യയുടെ പക്കൽ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ട്, ചൈനയുടെ പക്കൽ 2 ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ട്. ഫിഫ്ത്ത് ജനറേഷന്റെ ഒരു ബോംബേഴ്സ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സിക്സ്ത് ജനറേഷന്റെ റേസിലും അവർ ഉണ്ടെന്നൊക്കെ പറയാം. എന്നാൽ ഇവർക്കെല്ലാം മുന്നിലുണ്ടായിരുന്നത് അമേരിക്ക മാത്രമായിരുന്നു. ഈ ബൈപോളർ വേൾഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ലോകത്തിലെ 2 ശക്തി, അത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും മാത്രമായിരുന്നു. അവർക്കും അപ്പുറം ആർക്കും ആ ഒരു സ്ഥാനം ക്ലെയിം ചെയ്യാൻ അന്നത്തെ കാലത്ത് സാധിച്ചില്ല. അതിനുള്ള ഒരു പവറോ റിസോഴ്സോ ആരുടെ പക്കലും ഇല്ലായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ വീഴ്ചയ്ക്ക് ശേഷം ഒരു 15 രാജ്യങ്ങളായി അവിടെ വിഭജിച്ചു പോയതിനു ശേഷം ഒരു മൾട്ടിപോളർ വേൾഡ് ഉണ്ടാകുമെന്നൊക്കെ ചിന്തിച്ചപ്പോൾ അതുണ്ടായില്ല. അമേരിക്ക എന്ന ഒരു സുപ്രീം പവർ, സൂപ്പർ പവറിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്ന അണി ഒരു ഭാഗത്ത്, മറ്റൊരു വശത്ത് തൻ്റെ സ്ഥാനം തിരികെ പിടിക്കാനായുള്ള റഷ്യയ്ക്ക് പുറകിൽ നിൽക്കുന്ന ചില രാജ്യങ്ങൾ. ഇങ്ങനെ വീണ്ടും അവിടെ പവർ ഒരേ ഒരു കൈകളിലേക്ക് പോയി, അമേരിക്കയുടെ കൈകളിലേക്ക് മാത്രം പോയി. ഇപ്പോൾ റഷ്യയ്ക്ക് ഈ സോവിയറ്റ് യൂണിയന്റെ വീഴ്ചയ്ക്ക് ശേഷം 1990കളിൽ മറ്റ് മാർഗമൊന്നുമില്ല. അവരെ കൊണ്ട് സൂപ്പർ പവർ സ്റ്റേറ്റസ് ക്ലെയിം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. സാമ്പത്തികമായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2000ന്റെ തുടക്കത്തിൽ F-22 റാപ്റ്ററിന്റെ ഈ ഒരു വർക്കിംഗ് മോഡൽ അമേരിക്ക പുറത്തേക്ക് വിട്ടു. മാത്രമല്ല അവരുടെ എയർക്രാഫ്റ്റിനെ അമേരിക്ക പറത്തി കാണിച്ചു. ഇപ്പോൾ റഷ്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ആ സമയത്ത് ഭരണത്തിലുണ്ടായിരുന്ന പുടിൻ റിയലിസ്റ്റിക് ആയി ചില കാര്യങ്ങൾ ചിന്തിച്ചു. നമ്മെക്കൊണ്ട് തീർച്ചയായും ഈ ഒരു പ്രോജക്റ്റിൽ ഇവരുമായി മത്സരിക്കാൻ കഴിയില്ല. കാരണം ഇതിനകം അവരുടെ കയ്യിലുള്ള ഫൈറ്റർ ജെറ്റ്സ് അവരുടെ സേനയിൽ ചേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിന് ശേഷമാണ് പ്രോജക്റ്റ് തന്നെ തുടങ്ങാൻ പോകുന്നത്. സോവിയറ്റ് യൂണിയന്റെ വീഴ്ചയ്ക്ക് ശേഷം മറ്റ് രാജ്യങ്ങൾ എത്രത്തോളം അടിവാങ്ങിയോ, സോവിയറ്റ് സ്റ്റേറ്റ്സ് എത്രത്തോളമാണോ അടിവാങ്ങിയത്, അതിലും പല മടങ്ങ് തിരിച്ചടികൾ വാങ്ങിയത് റഷ്യയായിരുന്നു. നിരവധി എക്കണോമിക് സാങ്ഷൻസ്, ഒരുപാട് സാമ്പത്തിക വീഴ്ച, ഇവയ്ക്കെല്ലാം അപ്പുറം ഏകദേശം പാപ്പരാകേണ്ട ഒരു സാഹചര്യത്തിൽ നിന്നും തിരികെ വന്നൊരു രാജ്യം. അപ്പോൾ പ്രായോഗികമായി ഇങ്ങനെ ഒരു കാര്യം സാധ്യമേ അല്ല എന്ന് റഷ്യയ്ക്ക് മനസ്സിലായി. ആ സമയത്താണ് അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഭാഗത്തേക്ക് റഷ്യയുടെ ശ്രദ്ധ പോകുന്നു. ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ നിരവധി സ്ട്രാറ്റജിക്കൽ ടൈസ് ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ ആരംഭിച്ച് അത് ഇന്ന് വളരെയും നീണ്ടുകൊണ്ടു പോയി എന്ന് തന്നെ പറയാം. ഈ 2000 മുതൽ 2010 ഈ ഒരു സമയം ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ വളരെ പ്രധാനപ്പെട്ട കാലമായിരുന്നു. കാരണം അപ്പോഴായിരുന്നു ആദ്യമായി Su-30 MKI വിമാനങ്ങൾ ഫൈനലൈസ് ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പ്രോജക്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവസാനിപ്പിച്ചതായിരുന്നു. 2004 മുതൽ ആദ്യത്തെ ബാച്ച് ഓഫ് Su-30 MKI വിമാനങ്ങൾ ആഭ്യന്തരമായി നിർമ്മിക്കുകയും നമ്മുടെ സേനയിൽ ചേർക്കുകയും ചെയ്തു. അടുത്ത് ബ്രഹ്മോസിന്റെ ഡീൽ 2001 ആരംഭിച്ച് 2006 ആദ്യത്തെ മിസൈൽ നമ്മുടെ കപ്പൽ സേനയിലേക്ക് ചേർക്കുന്നു. അപ്പോൾ ഇതിനകം ഈ ഒരു സക്സസ് റേഷ്യോ അധികമായതുകൊണ്ട് തന്നെ റഷ്യ ഇന്ത്യ ഒരു ട്രസ്റ്റഡ് റിലയബിൾ പാർട്ട്ണറായി കൺസിഡർ ചെയ്യുകയും FGFA ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ ഡീൽ അവിടെ മേക്ക് ചെയ്തു. ഈ ഒരു പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട വശം 2003 ഇതിന്റെ പ്രധാനപ്പെട്ട കോർ ആരംഭിക്കുകയും 2009 വർഷത്തിനുള്ളിൽ 2 രാജ്യങ്ങളിലും ഗണ്യമായ വിമാനങ്ങൾ അവരുടെ രാജ്യത്തിൽ പറപ്പിക്കണം, 2012 സേനയിൽ ചേർക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ എല്ലാം ലക്ഷ്യം. പക്ഷേ ഈ ഒരു ഡീൽ ആരംഭിച്ച അന്ന് മുതൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത്, ഇതിന്റെ സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് റഷ്യ പറഞ്ഞ രീതിയിൽ ഇന്ത്യക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകിയില്ല. കാരണം റഷ്യ ഇത് സിംഗിൾ സീറ്റർ വേരിയന്റിൽ നിർമ്മിക്കണമെന്ന് ചിന്തിച്ചു. എന്നാൽ ഇന്ത്യ ഇത് ട്വിൻ സീറ്റർ വേരിയന്റിൽ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു. കാരണം റഷ്യ നിർമ്മിച്ചത് F-22 റാപ്റ്ററിന് കോമ്പറ്റർ ആകുന്ന രീതിയിലായിരുന്നു. ഇന്ത്യ ഈ പ്രോജക്റ്റിൽ അകത്തേക്ക് വന്നതിന് കാരണം
ഇതിനകം നമ്മുടെ പക്കൽ MiG-29, MiG-21 ഇങ്ങനെ സോവിയറ്റ് യൂണിയനിലെ പല വിമാനങ്ങൾ ഉണ്ടായിരുന്നു. അവയെല്ലാം റിട്ടയർ ചെയ്തിട്ട് അതിന് റീപ്ലേസ്മെന്റായി ഇതിനെ നിർമ്മിക്കണം എന്നാണ് ഇന്ത്യ ആഗ്രഹിച്ചിരുന്നത്. അതേസമയം സ്റ്റെൽത്ത് എന്ന ഒരു ഓപ്ഷൻ ഇവർക്കൊരു വീണ്ടും ഒരു നേട്ടമായി തന്നെയായിരുന്നു. 50-50 റേഷ്യോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാനുള്ള ചിലവ് പകുതി ഞാൻ പകുതി നീ, റിസർച്ച് ആൻഡ് അനാലിസിസ് മുതൽ എല്ലാം പകുതിയായി വിഭജിച്ച് സൃഷ്ടിച്ച ഒരു പ്രോജക്റ്റ്. എന്നാൽ റഷ്യ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഗ്രഹത്തിനനുസരിച്ചതുപോലെ ആ പദ്ധതിയിൽ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായില്ല. ഒരുപാട് വലിച്ചു നീട്ടലുകൾക്ക് ശേഷം 1.5 ബില്യണോളം ചിലവാക്കി അവസാനം 2018 ഇന്ത്യ ഈ പ്രോജക്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒഫീഷ്യലായി ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നുവെന്ന് ഇന്ത്യ ഒരു അറിയിപ്പും നൽകി. ആ സമയത്ത് റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിൽ പതിയെ വിള്ളലുകൾ ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോൾ ഈ പ്രോജക്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. 5th ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ പ്രോഗ്രാം വിട്ട് പുറത്തേക്ക് വന്നു. ഇതിനെ വിട്ട് എന്തുകൊണ്ട് പുറത്തേക്ക് വന്നു? സ്റ്റെൽത്ത് മാത്രമാണോ ഇതിന്റെ കാരണം? അല്ലെങ്കിൽ ഇതിന് പുറകിൽ റഷ്യ നമുക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ചില ടെക്നിക്കൽ അസറ്റ്സ് നമുക്ക് നൽകില്ല, അല്ലെങ്കിൽ സോഴ്സ് കോഡ് നിങ്ങൾക്ക് നൽകില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം റഷ്യയുടെ ഭാഗത്തു നിന്ന് വന്നോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും തന്നെയല്ല. ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് ഒന്നാമത്തേത് അമേരിക്കയുടെ പ്രഷറാണ്. മറ്റൊരു വശത്ത് ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിക്കണം, ഒരുപാട് ഡിലേസ് ഉണ്ടാകുന്നുണ്ട്. 2012 പ്രത്യേക വിമാനങ്ങൾ തങ്ങളുടെ സേനയിൽ ചേർക്കണമെന്ന് ആഗ്രഹിച്ച 2 രാജ്യങ്ങളും 2018 ആയപ്പോൾ പോലും അവരുടെ പ്രോട്ടോടൈപ്പ് പോലും പൂർണ്ണമായും അവസാനിപ്പിക്കാത്ത അവസ്ഥയിൽ വല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇതിൽ അമേരിക്കയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയണമെങ്കിൽ അമേരിക്ക നേരിട്ട് ഇതിൽ ഇന്ത്യയെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ഡീലിൽ നിന്നും ഇന്ത്യയെ പുറത്തേക്ക് കൊണ്ടുവരാനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു. ഒരുപാട് ഈ PA പോസൈഡൻ എയർക്രാഫ്റ്റ്സിന്റെ ഡീൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ തടയുക, അതിന്റെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ നൽകുക എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ കോർണർ ചെയ്യുക, ഡ്രോൺ ടെക്നോളജിയിൽ ഓർഡർ മേക്ക് ചെയ്തതിനു ശേഷം ഇന്ത്യക്ക് അതിന്റെ സ്പെയർ പാർട്സ് പാർട്ട്ണർ കൺട്രീസിൽ നിന്നും നൽകാൻ അനുവദിക്കാതെ വിടുക, ഇങ്ങനെ ഒരുപാട് പ്രഷർ നൽകി. പീക്കസ്റ്റ് ടൈം നോക്കിയാൽ 2017 LEMOA ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് എഗ്രിമെന്റ് കൂടെ തന്നെ COMCS എന്ന ഈ ട്രേഡിന്റെ എഗ്രിമെന്റും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ സൈനായി. ഇത് ഇൻഡയറക്റ്റായി റഷ്യയുടെ ഇൻഫ്ലുവൻസിനെ ടാർഗറ്റ് ചെയ്താണ് ചെയ്തത്. അവരുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയും അമേരിക്ക ഒഴികെ ഒരു മേജർ ഡിഫൻസ് പാർട്ട്ണറായി ആ ഒരു സ്ഥാനത്ത് റഷ്യ വരാൻ പാടില്ല എന്നതിനു വേണ്ടി ഈ കാറ്റ്സ സാങ്ഷൻസ് എല്ലാം അകത്തേക്ക് കൊണ്ടുവരാനുള്ള കരാർ ഡയറക്റ്റ് അമേരിക്ക ഇവിടെ ഒപ്പുവച്ചു. ഇതിനിടയിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിലുണ്ടായ ചെറിയ സ്പാർക്സ്, സ്റ്റെൽത്ത് ടെക്നോളജി കുറവാണ്, ട്വിൻ സീറ്റർ വേരിയന്റ് നിർമ്മിക്കണം, സിംഗിൾ സീറ്റർ വേരിയന്റ് നിർമ്മിക്കണം, ഇങ്ങനെ ഇന്ത്യ പ്രതീക്ഷിച്ച രീതിയിൽ അതിൽ സ്റ്റെൽത്ത് ഫീച്ചറും കുറവായിരുന്നു. ഉദാഹരണത്തിന് പറയണമെങ്കിൽ F-22 റാപ്റ്ററിന്റെ RCS റഡാർ ക്രോസ് സെക്ഷനെ വെല്ലാൻ ഇന്ന് വരെയും ലോകത്തിൽ ഏതൊരു വിമാനവും ഇല്ല. എന്നാൽ Su-57ന്റെ സ്റ്റെൽത്ത് ഇന്ന് വരെയും അതിന്റെ സ്റ്റെൽത്ത് പുറത്ത് പ്രൂവ് ചെയ്തിട്ടില്ല. എത്രത്തോളം ഉണ്ടാകാം, അല്ലെങ്കിൽ ടെക്നിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കിയാൽ എത്രത്തോളം ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചാൽ F-22 റാപ്റ്ററേക്കാൾ ഒരു 10-15 മടങ്ങ് കൂടുതൽ ഇത് പ്രൂവ് ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ 6-7 ബില്യണോളം നമ്മൾ ചിലവാക്കി. ഇന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് ഡോളർ മതിപ്പുള്ള ഒരു പ്രോജക്റ്റ്, അതും 10,000 കോടിയോളം നമ്മൾ ചിലവ് ചെയ്തിട്ട് ആ പ്രോജക്റ്റ് ഫൈനലൈസ് പോലും ആയില്ലെന്ന സാഹചര്യത്തിൽ മറ്റ് മാർഗമില്ലാതെ ഇന്ത്യ ആ പ്രോഗ്രാം വിട്ട് പുറത്തേക്ക് വന്നു. ഒരു പക്ഷെ നമ്മൾ ഈ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മെക്കൊണ്ട് Su-57 വിമാനങ്ങളെ നമ്മുടെ വ്യോമസേനയിൽ ഇൻഡക്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം റഷ്യ എന്ന ഒരു രാജ്യം സാമ്പത്തികമായി ആ സമയത്ത് സ്റ്റേബിൾ ആണെങ്കിൽ പോലും അവർക്ക് ആവശ്യമായ ഒരുപാട് ക്രിട്ടിക്കൽ എലമെന്റ്സ് ഈ ഒരു ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയിലും ഹ്യൂമൻ പവറിലും അവർ വളരെ പിന്നിലായിരുന്നു. സോവിയറ്റ് യൂണിയൻ എന്നത് ഒരു വലിയ പവർഫുൾ രാജ്യമാണെങ്കിൽ പോലും അതിലുള്ള രാജ്യങ്ങൾ ഇങ്ങനെ വിഭജിച്ച് പോയപ്പോൾ ആ പോപ്പുലേഷൻ റഷ്യയുടെ പക്കൽ നിന്നും 65% പുറത്തേക്ക് പോയി. റഷ്യയുടെ പക്കൽ നിന്ന് പിരിഞ്ഞുപോയ രാജ്യങ്ങളുടെ പോപ്പുലേഷൻ നോക്കിയാൽ റഷ്യയുടെ പെർസെൻറ്റേജിനേക്കാൾ റഷ്യൻ റേഷ്യോയേക്കാൾ കൂടുതലായിരുന്നു. അപ്പോൾ മാൻ പവർ കുറവാണ്, ആവശ്യമായ ക്രിട്ടിക്കൽ എലമെന്റ്സ് കുറവാണ്, ഹ്യൂമൻ പവർ കുറവാണ്. ഈ സാഹചര്യത്തിൽ റഷ്യ പല രീതിയിൽ അവിടെ തിരിച്ചടി വാങ്ങി. അപ്പോൾ ഇതും ഈ ഒരു പ്രോഗ്രാം വിട്ട് നമ്മൾ പുറത്തേക്ക് പോയതിന് ഇൻഡയറക്റ്റ് ഒരു റീസൺ ആയി തന്നെ മാറി. എന്നാൽ ഈ പ്രോജക്റ്റ് വിട്ട് പുറത്തേക്ക് വന്ന അടുത്ത ചില മാസത്തിൽ തന്നെ നമ്മൾ S-400ന്റെ ഡീലും മേക്ക് ചെയ്തു. അപ്പോൾ റഷ്യ വിട്ട് നമുക്കങ്ങനെ പൂർണ്ണമായും പുറത്തേക്ക് വരാൻ കഴിയില്ല. കാരണം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന 80% മിലിറ്ററി എക്യുപ്മെന്റ്സ് റഷ്യയുടേതാണ്. മാത്രവുമല്ല US ഒരു റിലയബിൾ പാർട്ട്ണറും അല്ല. ചില ഒഴിവാക്കാനാകാത്ത കാരണങ്ങൾ കാരണം നമ്മൾ പുറത്തേക്ക് വന്നു എന്നതല്ലാതെ നേരിട്ട് ഈ വിമാനത്തിൽ ഉണ്ടായ പ്രശ്നം അവിടെ കുറവ് തന്നെയായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ വീണ്ടും Su-57 നമ്മൾ വാങ്ങാൻ പോകുന്നു. F-35നെ മാറ്റി നിർത്തി Su-57 വാങ്ങാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അത് റഷ്യൻസിന്റെ ഒരു വിജയമായി തന്നെ മാറും. കാരണം നമ്മൾ ആ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു, ആ പ്രോജക്റ്റ് വിട്ട് നമ്മൾ പുറത്തേക്ക് വരികയും ചെയ്തു. എന്നാൽ അവസാനം ജയിക്കാൻ പോകുന്നത്, അവസാനത്തെ ഒരു വിക്ടറി റഷ്യക്ക് മാത്രമാണ്. മറ്റ് മാർഗം നമുക്കില്ല.
നമ്മൾ ഈ 2 ഫൈറ്റർ ജെറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിയേ മതിയാവുകയുള്ളൂ. നമ്മൾ ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് വാങ്ങാൻ പോകുന്നത് അതിപ്പോൾ F-35, Su-57 ഏതായാലും ശരി, നമ്മുടെ ഇടക്കാല ആവശ്യം മാത്രമാണത്. പൂർണ്ണമായും നമ്മൾ അതിനെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ അമേരിക്കയുടെ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അധികമായിരിക്കും. മാത്രവുമല്ല അതിൻ്റെ സ്റ്റെൽത്ത് ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കോഡ് നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മെക്കൊണ്ട് ഭാവി ഉപയോഗത്തിന് വേണ്ടി ഇതെടുക്കാനും സാധിക്കില്ല. വിമാനങ്ങൾ മാത്രമായിരിക്കും നമ്മുടേത്, എന്നാൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഫ്രീഡം നമ്മുടെ പക്കൽ ഉണ്ടാവുകയില്ല. നമ്മുടെ പക്കൽ അതിൻ്റെ ആക്സസ് പൂർണ്ണമായും അവർ നൽകില്ല. ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എന്നാൽ പ്രാക്ടിക്കലായി നോക്കിയാൽ Su-57ൻ്റെ RCS ഇവിടെ കൂടുതൽ തന്നെയാണ്. F-35, F-22 റാപ്റ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ അധികമാണ്. എന്നാൽ ഈ ടെക്നോളജി ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെൽത്ത് ആൻഡ് മെറ്റീരിയൽസ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മെക്കൊണ്ട് ഭാവി വാർഫെയറിൽ ഉപയോഗിക്കാൻ സാധിക്കും. തീർച്ചയായും അത് പഠിക്കാനുള്ളൊരു സാധ്യതയും ലഭിക്കും. പ്രാക്ടിക്കലായി പറഞ്ഞാൽ റഷ്യയുടെ വിമാനങ്ങളെ വാങ്ങി അതിനെ അനലൈസ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ് പോലെ അത് മാറും. അപ്പോൾ ആ സമയത്ത് പാകിസ്ഥാനെ കൗണ്ടർ ചെയ്യണം, ചൈനയെ കൗണ്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ Su-57 എന്നത് ഒരു റിലയബിൾ ഓപ്ഷൻ തന്നെയായിരിക്കും. ഇതെന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം. Su-57 വാങ്ങിയാൽ ഭാവിയിൽ നമുക്ക് ഒരുപാട് ആക്സസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ F-35 അത് ലഭിക്കാനുള്ള സാധ്യത തീർച്ചയായും ഇല്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യ ഒരു പക്ഷേ ഈ പ്രോജക്റ്റിൽ നിന്ന് പുറത്തേക്ക് വരാതിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇപ്പോൾ AMCയെ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ടാകുമായിരുന്നു, അങ്ങനെ ഒരു സാധ്യതയെങ്കിലും ലഭിച്ചിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ 2 രാജ്യങ്ങളുടെയും ടെക്നോളജീസ് ചേരുമ്പോൾ നമ്മുടെ പക്കൽ കുറഞ്ഞത് ഒരു സ്ക്വാഡ്രനോളമെങ്കിലും Su-57 ഉണ്ടാകുമായിരുന്നു. കാരണം ആഭ്യന്തരമായി നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടാകും. റഷ്യ അവരുടെ രാജ്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. അതും ടെക്നോളജി നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റിൻ്റെ ക്രിട്ടിക്കൽ എലമെൻറ്റ്സ് നമ്മൾ മുൻപ് തന്നെ അവരുടെ പക്കൽ നിന്നും ഇറക്കുമതി ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ 2020-2021 ആ സമയത്തിലൊക്കെ നമ്മുടെ പക്കൽ കുറഞ്ഞത് സിംഗിൾ ഡിജിറ്റ് അല്ലെങ്കിൽ ഡബിൾ ഡിജിറ്റ് വരെയെങ്കിലും ഈ ഒരു ജെറ്റ് ഉണ്ടാകുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാം വിട്ട് പുറത്തേക്ക് വന്നത് നമുക്കൊരു ബാക്ക് ഫയർ ആയിട്ടുണ്ട്. കാരണം വീണ്ടും നമ്മൾ അവരുടെ പക്കലാണ് പോയി നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.